നമുക്കിന്ന് ഗാർലിക് സോസിൻ്റെ അതായത് തൂമിൻ്റെ റെസിപ്പി നോക്കാം. വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സോസ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ, പക്ഷേ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഗാർലിക് സോസ് നമ്മൾ ഉണ്ടാക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 6 7 എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു മുട്ടയുടെ വെള്ള കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് കൂടി ഒന്ന് ഇട്ടിട്ട് അടിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള പഞ്ചസാര വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാര ഇടുന്നില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മുട്ടയുടെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ളത് ഓയിലാണ്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് എത്രത്തോളം വേണം എന്നുള്ളത് ഇതിൻ്റെ തിക്നെസ് വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 തവണയായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് തിക്കായി വരുന്ന സമയം വരെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം ഓയിലും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനനുസരിച്ച് ഓയിൽ കുറയ്ക്കുകയും കൂടുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു തിക്നെസ്സിലുള്ള സോസാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ തിക്നെസ്സിലുള്ള സോസ് തന്നെയാണ് ഇതും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.